ഹായ് മക്കളെ, ഷമീം സാറാണ്. നമുക്ക് ഇന്ന് നമ്മുടെ 5ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിൽ ഏറ്റവും അവസാനം നമ്മൾ പഠിക്കുന്ന ഒരു ഗുണിക്കുന്ന ട്രിക്ക് ഉണ്ട്. അത് പഠിച്ചാലോ അത് പലർക്കും അറിയില്ല കേട്ടോ. അത് നമ്മൾ ഇന്ന് സിമ്പിളായിട്ട് പഠിക്കാൻ പോവാണ്. മക്കൾ ഇത് നോക്കിക്കേ, ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടല്ലേ. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ ചെയ്യാം? ഇവിടെ 115 ഗുണിക്കണം 88 പ്ലസ് 115 ഗുണിക്കണം 12 അങ്ങനെയല്ലേ. അപ്പൊ നിങ്ങൾ ആദ്യം 115 88 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് കിട്ടുന്ന ഉത്തരത്തോടെ 115 12 കൊണ്ട് ഗുണിച്ചാൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഉത്തരം കൂട്ടി നോക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കുറേ സമയം പിടിക്കൂലേ. പക്ഷേ ഈ വീഡിയോ കണ്ടതിന് ശേഷം മുതൽ നിങ്ങൾ വെറും 5 സെക്കൻഡ് കൊണ്ട് ഈ ചോദ്യങ്ങളെല്ലാത്തിൻ്റെയും ഉത്തരം കണ്ടുപിടിക്കും. അത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. മക്കളെ, നമുക്ക് ആദ്യത്തെ ഈ ചോദ്യത്തിന്റെ ഉത്തരം ചെയ്ത് നോക്കാം. 115 ഗുണിക്കണം 88. അതിൻ്റെ കൂടെ എന്താ ചെയ്യുന്നത്? 115നും 12നും മൾട്ടിപ്ലൈ ചെയ്ത് തമ്മിൽ കൂട്ടാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറേ സമയം പിടിക്കില്ലേ. ഇവിടെ നോക്കി, പ്ലസിന്റെ അപ്പുറത്തുണ്ട് 115, അതേപോലെ പ്ലസിന്റെ ഇപ്പുറത്ത് 115 ഉണ്ട് അല്ലേ. പ്ലസിന്റെ അപ്പുറത്ത് 115 ഉണ്ട്, അതേപോലെ ഇപ്പുറത്ത് 115 ഉണ്ട്. അങ്ങനെ രണ്ട് സൈഡിലും ഒരേ സംഖ്യ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഒരൊറ്റ തവണ മാത്രം ഇതേ താഴോട്ട് എടുത്ത് എഴുതുക. 115 നോക്കി കഴിഞ്ഞാൽ ഒരൊറ്റ തവണ താഴോട്ട് എടുത്ത് എഴുത്. മറ്റേ രണ്ട് സംഖ്യകളുണ്ടല്ലോ, 115 അല്ലാത്ത 88 ഉണ്ട് 12 ഉണ്ടല്ലേ. എന്നിട്ട് ആ സംഖ്യകളെ തമ്മിൽ കൂട്ടുക. ആ കിട്ടുന്ന ഉത്തരത്തോടെ 115 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്തൊക്കെ? 115നോട് ഈ 88ഉം 12ഉം തമ്മിൽ കൂട്ടിയത് മൾട്ടിപ്ലൈ ചെയ്യുക. 88ഉം 12ഉം കൂട്ടിയാൽ എത്ര സിമ്പിളായിട്ട് നമുക്ക് പറയാ. കൂട്ടാൻ ഭയങ്കര സിമ്പിൾ അല്ലേ, നമുക്ക് മനസ്സിൽ തന്നെ ചെയ്യാവുന്നല്ലേ ഉള്ളൂ. 88ഉം 12ഉം കൂട്ടിയാൽ എത്ര? 100. അപ്പൊ 115നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഏത് സംഖ്യനും 10 കൊണ്ടും 100 കൊണ്ടും 1000 കൊണ്ടും അങ്ങനെയുള്ള സംഖ്യകളെ കൊണ്ടൊക്കെ ഗുണിക്കാൻ ഭയങ്കര സിമ്പിൾ അല്ലേ. നമ്മളൊരു 10ന്റെ വേറെ സംഖ്യയായിട്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ എന്താ ചെയ്യുക? 10നെ വേറെ സംഖ്യയായിട്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ 10ന് എത്ര പൂജ്യം? ഒരൊറ്റ പൂജ്യം അല്ലേ. അത് ആ സംഖ്യനെ കൂടെ ഇട്ടെടുക്കും. അപ്പൊ 100 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിലോ 100ന് എത്ര പൂജ്യം? 2 പൂജ്യം അല്ലേ. അത് നമ്മൾ ഏത് സംഖ്യന്റെ കൂടെയാണ് മൾട്ടിപ്ലൈ ചെയ്യണേ? അതിന്റെ കൂടെ ഇട്ട് കൊടുക്കും. അതല്ലേ ചെയ്യാറ്. ഇവിടെ 115നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താ ചെയ്യണ്ടേ? 115 എടുത്ത് എഴുതുക. എത്ര കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണേ? 100 കൊണ്ട്. 100ന് എത്ര പൂജ്യം? അത് അതിന്റെ കൂടെ ഇട്ട് കൊടുക്കുക. ഉത്തരായില്ലേ. നിങ്ങൾ ഈ ചോദ്യം ചെയ്യണതിന്റെ ഉത്തരം നമ്മൾ ഇത്ര പെട്ടെന്ന് ഇവിടെ കണ്ടുപിടിച്ചു. കണ്ടോ? സിമ്പിളായിട്ട് കണ്ടുപിടിച്ചു. ഇതായിരിക്കും നിങ്ങൾക്ക് ഇത് ചെയ്താൽ കിട്ടുന്ന ഉത്തരം. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇതിന്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിലും പ്ലസിന്റെ അപ്പുറത്തും 132 ഉണ്ട്, ഇപ്പുറത്തും 132 ഉണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും ഒരു സെയിം സംഖ്യ ഉണ്ടെങ്കിൽ അതിന് ഒരൊറ്റ തവണ താഴോട്ട് എടുത്ത് എഴുതുക. എന്നിട്ട് മറ്റേ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മറ്റേ രണ്ട് സംഖ്യകൾ ഏതൊക്കെ? 7 ഉണ്ട് 993 ഉണ്ട്. അപ്പൊ 132ന്റെ കൂടെ 7ഉം 993 തമ്മിൽ കൂട്ടി തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. 7ഉം 993 കൂട്ടിയാൽ എത്ര? സിമ്പിളായിട്ട് മനസ്സിൽ ചെയ്യാവുന്നല്ലേ ഉള്ളത്. എത്ര കിട്ടും? 993ന്റെ കൂടെ 7 കൂട്ടിയാൽ 1000 അല്ലേ. അപ്പൊ 132നും 1000നും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ? 1000ന് എത്ര പൂജ്യം? 3 പൂജ്യം. അപ്പൊ ഏത് സംഖ്യയുടെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണേ? 132. അതിന്റെ കൂടെ ആ 3 പൂജ്യങ്ങൾ ഇട്ട് വിട്ടാല് ഇതേ ഉത്തരങ്ങൾ കിട്ടി. ഇത്രയും വലിയ ഉത്തരം കിട്ടേണ്ട ചോദ്യം നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞില്ലേ. ഇത് നമുക്ക് മനസ്സ് ചെയ്ത് നോക്കിയൂടെ? അത്രയും സിമ്പിൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ പെട്ടെന്ന് ചെയ്ത് നോക്കിയേ. എല്ലാ മക്കൾക്കും ചെയ്യാൻ കഴിയല്ലോ. ഇതിന്റെ ഉത്തരത്തെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. എല്ലാവരും കമന്റ് ബോക്സിൽ ഇട്ടേ ആരൊക്കെ പെട്ടെന്ന് ചെയ്തിടാന്ന് ഞാൻ നോക്കും. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇനിയും കുറേ വീഡിയോസ് നമ്മൾ ഈ ചാനലിലുണ്ടാവും. അത് കിട്ടാൻ വേണ്ടി ജസ്റ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് അടിക്കുക. പിന്നെ നമ്മുടെ 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. എല്ലാ മക്കളും ചെയ്യില്ലേ? എല്ലാവരും അടിപൊളിയാണല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ നമുക്ക് കാണാം. ബൈ.